അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നാളെ നടക്കുന്ന 5ാം ക്ലാസ്സിൻ്റെ അഖീദയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നതാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് സ്വർഗം നൽകും, ഏകദൈവ വിശ്വാസം, ലദുൽമുൻ അലീം, ഏകനാണ്, യസ്ബഹൂൻ, ശിക്ഷ നൽകും. ഒന്നാമത്തത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. 2 തൗഹീദ് ഏകദൈവ വിശ്വാസമാണ്. 3 അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. 4 വകുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ. 5 ഇന്ന ശിർക ലദുൽമുൻ അലീം. ആറാമത്തത് അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഓക്കെ, രണ്ടാമത്തത് വ്യക്തമാക്കാം എന്നതാണ്. അതിലൊന്ന് അംബിയാ മുർസലുകൾ. ആരാണ് അംബിയാ മുർസലുകൾ? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തആല തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ. രണ്ടാമത്തത് ഷിർക്ക് എന്നാൽ എന്താണ്? ഉത്തരം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാൾ ഉണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. ചോദ്യം 3 ഇബാദത്ത്. എന്താണ് ഇബാദത്ത്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ഓക്കെ, മൂന്നാമത് പൂർത്തിയാക്കാം എന്നതാണ്. അതിലൊന്ന് നമ്മുടെ നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷവും എന്ത് ചെയ്യും? നിലനിൽക്കുന്നതാണ്. ഓക്കെ, വഫാത്തിന് ശേഷവും നിലനിൽക്കും. ചോദ്യം 3 അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. 4 അംബിയാ, ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സൽവൃത്തരുമാണ്. ഇതെല്ലാം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നാലാമത്തത് മുഅ്ജിസത്തുകൾ വേർതിരിക്കാം. ഇവിടെ കുറച്ച് മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ പ്രവാചകന്മാരുടേതെന്ന് വേർതിരിച്ചെഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രാക്കറ്റിൽ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? അൽ ഇസ്രാ വൽ മിഅ്റാജ്, വടി സർപ്പമാവുന്നത്, ചന്ദ്രൻ പിളർന്ന സംഭവം. ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഏതൊക്കെയാണ്? അൽ ഇസ്രാ വൽ മിഅ്റാജ്, അതുപോലെ ചന്ദ്രൻ പിളർന്ന സംഭവം. വടി സർപ്പമാവുന്നത് ആരുടേതാണ്? മൂസ നബി അലൈഹിസ്സലാം. ഓക്കെ, അഞ്ചാമത്തത് ഉത്തരം എഴുതാമെന്നതാണ്. അതിലൊന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകിയത് എന്താണ്? ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമാണ് നൽകിയത്. 4 മാർക്കിന്റെ ചോദ്യമാണ്. 2 അംബിയാ, ഔലിയാ, ശുഹദാ എന്നിവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് എന്താണ്? പുണ്യവും പ്രവാചക മാതൃകയുമാണ്. 3 എനിക്ക് ആകെയുള്ളൊരു മകനാണ് മരിച്ചു പോയത്, അവന് ജീവൻ തിരിച്ചു നൽകിയാലും. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം കിഴവിയായ സ്ത്രീ ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. ചോദ്യം 4 സൂര്യൻ നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ നാം എന്താകുമായിരുന്നു? ഉത്തരം ചൂടിന്റെ കാഠിന്യം കൊണ്ട് നാം ഒക്കെ കത്തിച്ചാമ്പലാകുമായിരുന്നു. അവസാനത്തെ ചോദ്യം ക്രമത്തിലാക്കാനാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഉ ഇലൈക ബിനബിയിക മുഹമ്മദി നബി റഹ്മതി യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ഫതഖളിയ ലി അല്ലാഹുമ്മ ശഫിഅഹു ഫിയ. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല ഉന്നത വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.